ഇന്ന് നമുക്ക് വളരെ വ്യത്യസ്തവും രുചികരവുമായ ഒരു കർണാടക സ്റ്റൈൽ വഴുതിരിങ്ങ കറി ഉണ്ടാക്കി നോക്കാം. ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് ഫർഹാന റാഷിദ്. വെൽക്കം ടു മൈ ചാനൽ ക്രഷ് ജിഞ്ചർ. 12 വർഷങ്ങൾക്ക് മുമ്പാണ് എൻ്റെ കൂട്ടുകാരി ചന്ദ്രലേഖ ഈ വഴുതിരിങ്ങ കറി എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ തന്നത്. ആ രുചി ഇന്നും ഞാൻ മറന്നിട്ടില്ല. ചന്ദ്രലേഖ പറഞ്ഞു തന്ന വഴുതിരിങ്ങയുടെ റെസിപ്പി നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാൻ പോവുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ 1/2 കിലോ വഴുതിരിങ്ങ ഉപയോഗിച്ചാണ് ഈ കറി ഉണ്ടാക്കുന്നത്. ആദ്യം വഴുതിരിങ്ങ കഴുകി വൃത്തിയാക്കി 2 കട്ട് ചെയ്ത് ഉപ്പുവെള്ളത്തിൽ ഇട്ട് വെക്കാം. ഒരു പാനിൽ വെള്ളം ചൂടാക്കി ഇതിൽ വഴുതിരിങ്ങ ഇട്ട് പകുതി വേവാവുന്നത് വരെ തിളപ്പിക്കാം. വഴുതിരിങ്ങ വെന്തിട്ടുണ്ട്. ഇനി വാർത്തെടുത്ത് സൈഡിൽ വെക്കാം. ഒരു പാനിൽ 1/3 കപ്പ് നിലക്കടല ഡ്രൈ റോസ്റ്റ് ചെയ്ത് തൊലി കളഞ്ഞ് വെക്കുക. ഇനി ഇതേ പാനിൽ 3 ടീസ്പൂൺ നൈജർ സീഡ്സ്, ഇത് റാംതിൽ എന്നും അറിയപ്പെടുന്ന ഒരു സീഡാണ്. ഇതിനെയും ലോ ഫ്ലെയിമിൽ ഡ്രൈ റോസ്റ്റ് ചെയ്ത് തണുക്കാൻ വയ്ക്കാം. ഇനി ഗ്രേവിക്ക് വേണ്ട മസാല അരച്ചെടുക്കാം. ഇതിനായി ഒരു ജാറിൽ പകുതി തേങ്ങ ചെറുതായി കട്ട് ചെയ്തത്, 1/4 കഷ്ണം ഉണക്ക തേങ്ങ ചെറുതായി കട്ട് ചെയ്തത്, ഒരു ചെറിയ കഷ്ണം വെല്ലം, പകുതി നാരങ്ങയുടെ അളവിൽ പുളി, കുറച്ച് കറിവേപ്പില, പകുതി വല്ലുള്ളി ചെറുതായി മുറിച്ചത്, 3 ടീസ്പൂൺ സാമ്പാർ പൊടി, വറുത്തു വെച്ച നിലക്കടല, 1 ടീസ്പൂൺ ഉപ്പ്, 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായി അരച്ച് ഒരു പേസ്റ്റ് തയ്യാറാക്കാം. ഇനി വറുത്തു വെച്ച നൈജർ സീഡ്സ് ചതച്ചെടുക്കാം. മിക്സിയിൽ അരച്ചെടുത്താൽ അത് വളരെ പൊടിയാകും. ചതച്ചെടുത്താൽ നൈജർ സീഡ്സിൽ നിന്നും നല്ല മണം വരും. ഇതിട്ടാൽ വഴുതിരിങ്ങയുടെ കറിക്ക് ഒരു നല്ല അരോമ കിട്ടും. ഇതാ ഈ കാണുന്നത് പോലെ അരച്ച മസാല, നൈജർ സീഡ്സ് ചതച്ചത്, പിന്നെ 3 വല്യുള്ളി ചെറുതായി അരിഞ്ഞത് എല്ലാം റെഡിയാക്കി വെക്കാം. ഇനി ഗ്രേവി ഉണ്ടാക്കാനായി ഒരു പാനിൽ 5 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ച 3 വല്യുള്ളി ചേർക്കാം. ഉള്ളി ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്യാം. ഉള്ളി ഗോൾഡൻ ബ്രൗൺ ആയിക്കഴിഞ്ഞാൽ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിൽ അരച്ചു വെച്ച മസാല ചേർത്ത് മസാലയെ ഉള്ളിയുമായി നന്നായി മിക്സ് ചെയ്ത് 2 മിനിറ്റ് ഫ്രൈ ചെയ്യാം. ഇനി 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് പകുതി വേവിച്ച് വെച്ച വഴുതിരിങ്ങ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അര ഗ്ലാസ് വെള്ളം മിക്സർ ജാറിൽ ഒഴിച്ച് ഒന്നിളക്കി ഇതിലുള്ള ബാക്കി മസാല പാനിലോട്ട് ചേർക്കാം. മസാലയിൽ നിലക്കടല ഉള്ളതുകൊണ്ട് ഇത് വേഗം അടിപിടിക്കും. അതുകൊണ്ട് ഇടയ്ക്കിടെ വഴുതിരിങ്ങ ഉടയാതെ മസാലയെ മാത്രം നന്നായി മിക്സ് ചെയ്യണം. മസാലയെ നന്നായി ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 മുളക് ചേർത്ത് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്നും കൂടി മിക്സ് ചെയ്ത് 15 മുതൽ 20 മിനിറ്റ് വരെ വഴുതിരിങ്ങ അടച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായി വേവിക്കുക. വഴുതിരിങ്ങ ലേറ്റായി വേവുകയാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് ഇതിനെ വേവിക്കാൻ വെക്കാവുന്നതാണ്. കറിയുടെ കൺസിസ്റ്റൻസി നിങ്ങളുടെ ആവശ്യത്തിന് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. തിക്ക് ഗ്രേവിയാണ് എനിക്കിഷ്ടം, അതുകൊണ്ട് തിക്ക് കൺസിസ്റ്റൻസിയിലാണ് കുക്ക് ചെയ്യുന്നത്. വഴുതിരിങ്ങ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നൈജർ സീഡ്സ് പൊടിച്ച് വെച്ചത് ചേർത്തിളക്കി 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. നല്ല രുചികരമായ വഴുതിരിങ്ങ കറി റെഡിയായിട്ടുണ്ട്. ചപ്പാത്തി ഇല്ലെങ്കിൽ ചോറിനൊപ്പം ചൂടോടെ വിളമ്പുക, എൻജോയ് ചെയ്യുക.
If you like this video, please like, share and subscribe to our channel. Thanks for watching.